അപ്പോൾ എല്ലാവരെയും SAP MM-ൻ്റെ ആദ്യത്തെ വീഡിയോയിലോട്ട് വെൽക്കം ചെയ്യുകയാണ്. ശരിക്കും നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കുന്നത് SAP MM എന്താണ്, എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ SAP MM ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ലോജിസ്റ്റിക്സും SAP MM-ഉം തമ്മിലുള്ള ബന്ധം നമ്മൾ ക്ലിയർ ആയിട്ട് എന്ത് ചെയ്യണം, മനസ്സിലാക്കിയിരിക്കണം. നമുക്ക് എങ്ങനെയാണ് SAP MM-ലൂടെ ലോജിസ്റ്റിക്സ് ആക്ടിവിറ്റികൾ ചെയ്യാനായിട്ട് പറ്റുന്നത്, ഇത്രയും കാര്യങ്ങൾ നമ്മൾ ക്ലിയർ ആയിട്ട് എന്ത് വേണം, ഇതിൽ മനസ്സിലാക്കണം. ഫോർ എക്സാമ്പിൾ, ഞാൻ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്താണ് ഒരു റിയൽ ടൈം എക്സാമ്പിൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. നോക്കിക്കോളൂ, ഇത് ഞാനാണ്. ഓക്കെ, ഞാനൊരു വെയർ ഹൗസ് നടത്തുകയാണ്. ഇതാണ് എൻ്റെ വെയർ ഹൗസ്, അല്ലെങ്കിൽ ഞാനൊരു എക്സ്പോർട്ട് കമ്പനി നടത്തുകയാണ്. നോക്കിക്കോളൂ, ഇതാണ് എൻ്റെ എക്സ്പോർട്ട് കമ്പനി. ഇതിൻ്റെ ഒരു എക്സ്പോർട്ട് കമ്പനിയാണ്. ഓക്കെ, ഇതൊരു എക്സ്പോർട്ട് കമ്പനിയാണ്. ഇതിനോട് ചേർന്ന് തന്നെ എനിക്കൊരു വലിയൊരു വെയർ ഹൗസും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത് വെയർ ഹൗസും കൂടി ചേർന്നിട്ടുള്ള ഒരു കമ്പനിയാണെന്ന് നിങ്ങൾ വിചാരിക്കുക. ഓക്കെ, അപ്പോൾ ഞാനിവിടെ കുറേ സാധനങ്ങൾ വാങ്ങിച്ച് വച്ച് വേണം എന്ത് ചെയ്യേണ്ടത്, ഞാൻ എക്സ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എന്തെല്ലാം സാധനങ്ങളാണ് വാങ്ങിച്ച് വയ്ക്കുന്നത്? ഫോർ എക്സാമ്പിൾ, ഞാൻ വെജിറ്റബിൾസ് എക്സ്പോർട്ട് ചെയ്യും, ഫ്രൂട്ട്സ് എക്സ്പോർട്ട് ചെയ്യും, പിന്നെ ഷുഗർ, റൈസ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ എന്ത് ചെയ്യും, ഇവിടെ എക്സ്പോർട്ട് ചെയ്യും. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഇവിടെ ഇതൊരു വെൻഡറാണെന്ന് വിചാരിക്കുക. സപ്ലയറിനെ നമ്മൾ SAP MM-ൽ വെൻഡർ എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊരു സപ്ലയറാണ്. ഇതൊരു സപ്ലയർ ആണെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ ഈ സപ്ലയറിൽ നിന്നും ഞാൻ എന്ത് ചെയ്തു, എൻ്റെ വെയർ ഹൗസിലത്തേക്ക് വേണ്ടിയിട്ട്, അതായത് എനിക്ക് എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വെജിറ്റബിൾസ് ഞാനൊരു 1000 കിലോഗ്രാം എല്ലാം കൂടി മിക്സ് ചെയ്ത് വാങ്ങിച്ചു. പിന്നെ എനിക്ക് എന്താ ഉള്ളത്, ഷുഗർ അല്ലേ, ഷുഗർ എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു 100 കിലോഗ്രാം വാങ്ങിച്ചു. ഫ്രൂട്ട്സ് ഞാൻ എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 500 കിലോഗ്രാം വാങ്ങിച്ചു. അപ്പോൾ ഇതെല്ലാം ഞാൻ എന്ത് ചെയ്യുന്നു, എൻ്റെ വെയർ ഹൗസിലേക്ക് എന്ത് ചെയ്തു, ഞാൻ വാങ്ങിച്ച് വച്ചു. അപ്പോൾ ഇത് കേസ് നമ്പർ 1. നിങ്ങളൊന്ന് മനസ്സിലാക്കുക, ഞാൻ എക്സ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നൊരു വ്യക്തിയാണ്. ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു വെയർ ഹൗസ് എനിക്കുണ്ട്. ആ വെയർ ഹൗസിൽ ഞാൻ എന്ത് ചെയ്യുന്നു, വെജിറ്റബിൾസ് വാങ്ങിച്ച് വച്ചു, ഷുഗർ വാങ്ങിച്ച് വെച്ചു, ഫ്രൂട്ട്സ് വാങ്ങിച്ച് വച്ചു. ആരുടെ കയ്യിൽ നിന്നും? ഈ പറയുന്ന വെൻഡറിൻ്റെ കയ്യിൽ നിന്ന് ഞാൻ എന്ത് ചെയ്തു, വാങ്ങിച്ച് വച്ചു. ഓക്കെ, ഇത് ഒന്നാമത്തെ സ്റ്റെപ്പ്. ഈ വെൻഡറിന് നമുക്ക് ഒരു പേര് കൊടുക്കാം, സ്റ്റാർ ഫുഡ്സ് എന്ന് പറയുന്ന ആ വെൻഡറിൻ്റെ കയ്യിൽ നിന്നാണ് ഞാൻ എന്ത് ചെയ്തത്, സാധനം വാങ്ങിച്ചത്. ഇനി ഞാനിത് അയാൾക്ക് ഓർഡർ കൊടുത്തു. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഇപ്പോൾ ജാനുവരി 1 ഞാൻ അയാൾക്ക് എന്ത് ചെയ്തു, ഓർഡർ കൊടുത്തു. ഓക്കെ, എനിക്ക് ഇത്ര സാധനങ്ങൾ വേണം. അയാൾ എന്ത് ചെയ്തു, അയാൾ ആ പ്രോഡക്റ്റ് നോക്കിയേ, ഒരു ജാനുവരി 3 ആയപ്പം, ജാനുവരി 3 ആയപ്പം ആ പ്രോഡക്റ്റ് ഞാൻ റിസീവ് ചെയ്തു. അയാൾ ഓർഡർ അനുസരിച്ച് എനിക്ക് ആ പ്രോഡക്റ്റ് എന്ത് ചെയ്തു, തന്നു. ഓക്കെ, ആ പ്രോഡക്റ്റ് എനിക്ക് അയാൾ എന്ത് ചെയ്തു, കൊണ്ട് എത്തിച്ചു. അപ്പോൾ അതിന് 5 ദിവസം എടുത്തു. മനസ്സിലായില്ലേ? അപ്പോൾ ഒന്നുകൂടി ഇവിടെ നോക്കുക, ഇവിടെ പറയുന്നത് സിമ്പിളാണ്. എനിക്ക് എന്ത് ചെയ്യണം, ഞാനൊരു വെയർ ഹൗസ് നടത്തുകയാണ് എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാനൊരു സപ്ലയറിൻ്റെ കയ്യിൽ നിന്നും എന്ത് ചെയ്തു, ജാനുവരി 1 ഒരു ഓർഡർ കൊടുത്തു. എനിക്ക് 1000 കിലോഗ്രാം വെജിറ്റബിൾസ് വേണം, 100 കിലോഗ്രാം എന്ത് വേണം, ഷുഗർ വേണം, 500 കിലോഗ്രാം ഫ്രൂട്ട്സ് വേണം. അപ്പോൾ അതനുസരിച്ച് അയാൾ ജാനുവരി 3 5 ദിവസം എടുത്തു. അയാൾ എനിക്ക് ജാനുവരി 3 എന്ത് ചെയ്തു, ഈ പറയുന്ന ഓർഡർ എനിക്ക് എന്ത് ചെയ്തു, തന്നു. ഓക്കെ, എന്നിട്ട് അയാൾ പേയ്മെൻറ്റ് റിക്വസ്റ്റ് അയച്ചു. ആർക്ക്? എൻ്റെ വെയർ ഹൗസിലെ പേയ്മെൻറ്റ് റിക്വസ്റ്റ് എന്ത് ചെയ്തു, അയാൾ അയച്ചു. അതാണ് ഇവിടെ പറയുന്നത്, റിക്വസ്റ്റ് ഫോർ പേയ്മെൻറ്റ്. ഓക്കെ, അയാൾ എന്ത് ചെയ്യുന്നു, അവിടെ പേയ്മെൻറ്റ് റിക്വസ്റ്റ് അയച്ചു. അതൊരു ജാനുവരി 6 വിചാരിക്കുക. ജാനുവരി 6 അയാൾ എന്ത് ചെയ്യുന്നു, പേയ്മെൻറ്റ് റിക്വസ്റ്റ് അയച്ചു. അയാളൊരു ബിൽ നമ്പർ അയച്ചു. ബില്ല്
ഒരു 2035 എന്നാണ് ബില്ലിൻ്റെ നമ്പർ. 2025 പോട്ടെ. എന്തൊക്കെയാ? ഒന്ന്, ഞാൻ എന്തൊക്കെയാണ് അവിടെ നിന്ന് വാങ്ങിച്ചത്? ഒന്ന് വെജിറ്റബിളിന് എനിക്ക് അയാളൊരു 20,000, ഷുഗറിന് ഒരു 50,000. ഇത് ഞാൻ ചുമ്മാ ഇടുന്നതാണ്. അടുത്തൊരു എന്താണ്, ഫ്രൂട്ട്സിന് ഒരു 30,000. ടോട്ടൽ 1,00,000. GST കൂടി ഉൾപ്പെടെ, അല്ലെങ്കിൽ അതർ ടാക്സ് ഉൾപ്പെടെ, എക്സ്പോർട്ട് ഡ്യൂട്ടിയൊക്കെ ഉൾപ്പെടെ ഒരു 10,000 രൂപ ആയെന്ന് വിചാരിക്കുക. അപ്പോൾ 1,10,000 രൂപ നമുക്ക് എന്ത് ചെയ്തു? ഇവിടെ ആയി. ഓക്കെ, ഇത് എന്ത് ചെയ്യുന്നു? നമ്മളിത് ഇവിടെ നടന്നൊരു കേസാണ്. ഓക്കെ, അപ്പോൾ ഇത്ര നിങ്ങൾക്ക് ക്ലിയർ അല്ലേ? ഞാനപ്പോൾ എന്ത് ചെയ്തു? അയാൾക്ക് എന്ത് ചെയ്തു? ഇതനുസരിച്ച് ഈ പറയുന്ന 1,10,000 രൂപ ഞാൻ എന്ത് ചെയ്തു? അയാൾക്ക് പേയ്മെൻറ്റ് ഇട്ട് കൊടുത്തു. കുറച്ചുകൂടി ചെറുതാക്കി കാണിക്കാം. ഓക്കെ, ഇതാ നോക്കിയോ, ഞാൻ അയാൾക്ക് പേയ്മെൻറ്റ് 1,10,000 രൂപ ഇട്ട് കൊടുത്തു. അപ്പോൾ ഈ കേസ് ഇവിടെ എന്താണ്? കംപ്ലീറ്റഡ് ആണ്. അപ്പോൾ ഇവിടെ എന്താ നടന്നതൊന്ന് പറഞ്ഞ്. ഇവിടെ നടന്നത് മറ്റൊന്നുമല്ല. ഒന്നാമത്തത്, ജാനുവരി 1 എന്ത് നടന്നു? പർച്ചേസ് ഓർഡർ. ഞാൻ എന്താണ്ടോ ഇവിടെ ഈ ഫസ്റ്റ് സ്റ്റെപ്പിനെയാണ്, ജാനുവരി 1 നടന്ന ഈ ഫസ്റ്റ് സ്റ്റെപ്പിനെ നമുക്ക് എന്ത് പറയാം? പർച്ചേസ് ഓർഡർ എന്ന് നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ പറയാം. ഞാൻ എന്ത് ചെയ്യുന്നു? അതിവിടെ താഴെ എഴുതുന്നു. ജാനുവരി 1 ഞാനിവിടെ എന്ത് നടത്തി? ഒരു പർച്ചേസ് നടത്തി. അപ്പം ജാനുവരി 1 പർച്ചേസ് ഓർഡർ തന്നല്ലോ. ഇനി അടുത്തിനി എന്താ ചെയ്തത്? അടുത്ത കണ്ടീഷൻ നോക്കിയേ. ഇതാ ഇവിടെ എന്ത് ചെയ്യുന്നു? ഞാൻ എന്ത് ചെയ്തു? ഇവിടെ ജാനുവരി 5 എന്ത് ചെയ്തു? ഗുഡ്സ് ഞാൻ എന്ത് ചെയ്തു? ഇവിടെ റെസിപ്റ്റ് ചെയ്തു അല്ലേ? ഗുഡ്സ് ഞാനിവിടെ റിസീവ്ഡ് ചെയ്തു ജാനുവരി 3 അല്ലേ? അപ്പോൾ അതാണ് സെക്കൻഡ് സ്റ്റെപ്പ്. ജാനുവരി 1 പർച്ചേസ് ഓർഡർ ഞാൻ കൊടുത്തു. ജാനുവരി 2 ഞാൻ എന്ത് ചെയ്തു? ഗുഡ്സ് റിസീവ്ഡ് ചെയ്തു. മനസ്സിലായില്ലേ? അടുത്ത് ജാനുവരി എത്രാം തീയതി ജാനുവരി 6 അയാൾ എനിക്ക് ബില്ല് അയച്ചു. മനസ്സിലായില്ലേ? അപ്പം ജാനുവരി 6 എന്താണ്, എനിക്ക് അയാൾ ബില്ല് അയച്ചു, അതായത് ഇൻവോയ്സ്. ജാനുവരി എത്ര പേയ്മെൻറ്റ് ഞാൻ ഡേറ്റ് കൊടുത്തില്ല അല്ലേ? ഞാൻ പേയ്മെൻറ്റ് ചെയ്ത് ജാനുവരി 10 വിചാരിക്കുക. ജാനുവരി 10 ഞാൻ എന്ത് ചെയ്തു? ഇവിടെ പേയ്മെൻറ്റ് ചെയ്തു. ജാനുവരി 10 ഞാൻ എന്ത് ചെയ്തു? ഇവിടെ പേയ്മെൻറ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിയേ, സ്റ്റാർട്ടിങ് തുടങ്ങുന്നത് പർച്ചേസ് ഓർഡർ, സെക്കൻഡ് തുടങ്ങുന്നത് എന്താണ്? ഗുഡ്സ് റെസിപ്റ്റ് ഞാൻ റിസീവ് ചെയ്തു. അടുത്തെന്താ ചെയ്യുന്നത്? ഇൻവോയ്സ്. അതിൻ്റെ അടുത്ത് എന്താ ചെയ്യുന്നത്? പേയ്മെൻറ്റ്. ആ ഇൻവോയ്സ് അനുസരിച്ച് ഞാൻ പേയ്മെൻറ്റ് ഇട്ട് കൊടുത്തു. അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പർച്ചേസ് സൈക്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് പർച്ചേസ് സൈക്കിൾ, അല്ലെങ്കിൽ വേണമെങ്കിൽ നമുക്കിതിനെ പ്രൊക്യൂർമെൻറ്റ് സൈക്കിൾ എന്ന് നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ പറയാം. ഇത് ഒരു ബേസിക് ലൈഫ് സൈക്കിളാണ്. ഓക്കെ, നമ്മുടെ പർച്ചേസ് ഓർഡറിൻ്റെ ഒരു ബേസിക് ലൈഫ് സൈക്കിളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇവിടെ കണ്ടത്. ഇനി ഇതിൽ കുറച്ച് കാര്യങ്ങളുണ്ട്. ഈ പറയുന്ന 4 സ്റ്റെപ്പ് നമ്മളിവിടെ എങ്ങനെയാണ് നടത്തിയത്? ഈ പറയുന്ന 4 സ്റ്റെപ്പ് ഇതാ നോക്കിയേ. ഈ ആക്ടിവിറ്റി ഞാൻ നോക്കിയേ, ഇവിടെ ഒരു ദിവസം നടത്തിയ ആക്ടിവിറ്റിയാണ് ആണല്ലോ. ഇതിന് എനിക്കൊരു ഒരു സിസ്റ്റമാറ്റിക് ഓർഡറിലാക്കണം. ഞാനിവിടെ ഒരു ടേബിൾ വരയ്ക്കുകയാണ്. ടേബിള് നമുക്ക് 4 കോളമാണ് വേണ്ടത്. 1 2 3 4. ഞാനിവിടെ 4 കോളമുള്ള ഒരു ടേബിൾ വരച്ചു തന്നല്ലോ. അതിൽ ഒന്നാമത്തത് പർച്ചേസ് ഓർഡർ, രണ്ടാമത്തത് റെസിപ്റ്റ് ഓർഡർ, റെസിപ്റ്റ് ഗുഡ്സ് റെസിപ്റ്റ്. അടുത്ത് ഇൻവോയ്സ്, അടുത്ത് പേയ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ജാനുവരി 1 ചെയ്ത കാര്യം ഞാനിവിടെ ഡീറ്റെയിൽ ആയിട്ട് എഴുതുന്നു. പർച്ചേസ് ഓർഡർ എന്തൊക്കെയാണെന്നൊക്കെ എഴുതുന്നു. എത്ര രൂപയ്ക്കുള്ള ഗുഡ്സ് റെസിപ്റ്റ് ചെയ്തെന്നൊക്കെ പറഞ്ഞ് ഞാൻ എന്ത് ചെയ്യുന്നു? ജാനുവരി 2 അത് സംഭവിച്ചത്. ഞാൻ ജാനുവരി 2 അത് എഴുതുന്നു അല്ലേ? ജാനുവരി 2 സംഭവിച്ചത് അടക്കുന്നു. അതിൻ്റെ ഡീറ്റെയിൽസ് അവിടെ കൊടുക്കുന്നു. അടുത്തെന്ത് ചെയ്യുന്നു? ജാനുവരി 6 ഇൻവോയ്സ് അല്ലേ? ജാനുവരി 6 ഇവിടെയാണ് ഇൻവോയ്സ്. ഞാൻ എത്ര രൂപയ്ക്കുള്ള ഇൻവോയ്സ് എന്നൊക്കെ പറഞ്ഞ് എഴുതുന്നു. അടുത്തിനി എന്താണ്? ഞാൻ എന്ത് ചെയ്യുന്നു? ഒരു പേയ്മെൻറ്റ് നടത്തുന്നു. ജാനുവരി 10
ജാനുവരി 10 പേയ്മെൻറ്റ്. അപ്പോൾ ഇതിൻ്റെ എമൗണ്ടൊക്കെയാണ് നമ്മളിവിടെ എഴുതേണ്ടത്. ഞാൻ ഇതിൻ്റെ എമൗണ്ടൊക്കെ എന്ത് ചെയ്യുന്നു, ഇത് ഇവിടെ എഴുതുന്നു. ഇത് ബേസിക് ബുക്ക് കീപ്പിംഗ് ആണ്. ക്ലിയറായിട്ട് എന്ത് ചെയ്യുക, പഠിച്ച് വച്ചിരിക്കുക. ഓക്കെ, അപ്പോൾ ഇത് ക്ലിയറായിട്ട് മനസ്സിലാക്കുക. ഇതൊരു ബേസിക്കാണ്. ഇത് ഞാൻ ഒരിക്കൽ ചെയ്ത ആക്ടിവിറ്റി, വൺ ടൈം ഒരിക്കൽ ചെയ്ത ആക്ടിവിറ്റിയാണ് ഞാൻ എന്ത് ചെയ്തത്, ഇവിടെ എഴുതിയത്. ഇതിപ്പോൾ നോക്കുമ്പോൾ എനിക്കറിയാം, ഈ ടേബിൾ നോക്കുമ്പോൾ എനിക്കറിയാം, ഈ പർച്ചേസ് ഓർഡർ എന്ന് പറയുന്ന കോളം നോക്കുമ്പോൾ എനിക്കറിയാം എൻ്റെ കമ്പനി ചെയ്ത ടോട്ടൽ പർച്ചേസ്. ഈ റെസീപ്റ്റ് കോളം നോക്കുമ്പം നമുക്കറിയാം എത്ര ഗുഡ്സ് റിസീവ് ചെയ്തെന്ന്. ഇത് ഒരിക്കൽ ചെയ്ത കാര്യമാണെന്ന് ഞാൻ പറഞ്ഞു. ഇത് ഞാൻ സെക്കൻഡ് ടൈം ചെയ്യുകയാണ്, തേർഡ് ടൈം ചെയ്യുകയാണ്, അങ്ങനെ പല പ്രാവശ്യം ഞാനിത് ചെയ്യുകയാണ്. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ സെക്കൻഡ് ടൈം ചെയ്യുമ്പോൾ ജാനുവരി, അല്ലെങ്കിൽ അത് ഫെബ്രുവരി ഒരു ഡേറ്റ്, മാർച്ച് ഒരു ഡേറ്റ്, ഏപ്രിൽ ഒരു ഡേറ്റ്, പിന്നെ ഇവിടെയും പല പല ഡേറ്റ് വരും. ഇതെല്ലാം നിറയും. ഇതെല്ലാം നിറഞ്ഞ് നമുക്ക് ഈ ടേബിളിൻ്റെ ടോട്ടൽ എടുക്കുമ്പം നമുക്ക് മനസ്സിലാവും എത്ര പർച്ചേസ് ഓർഡർ ഉണ്ട്, എത്ര റെസിപ്റ്റ് ഓർഡർ ഉണ്ട്, എത്ര രൂപയ്ക്കുള്ള ഇൻവോയ്സ് ഉണ്ട്, എത്ര പേയ്മെൻറ്റ് നമ്മൾ അടച്ചു എന്നൊക്കെ നമുക്ക് സിമ്പിളായിട്ട് മനസ്സിലാവും. നമ്മൾ ഈ ടേബിൾ നോക്കിയാൽ മതി. ഓക്കെ, ക്ലിയർ അല്ലേ? ഇത്രയും ക്ലിയർ അല്ലേ? ഇനി ഇത് ഫസ്റ്റ് സിറ്റുവേഷൻ, ഞാൻ വെയർ ഹൗസൊക്കെ തുടങ്ങി എക്സ്പോർട്ട് ചെയ്ത ഫസ്റ്റ് സിറ്റുവേഷൻ. ദെൻ സെക്കൻഡ് ഫേസിൽ ഞാൻ എൻ്റെ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാണ്. ഇത് എൻ്റെ ഫസ്റ്റ് ബിസിനസ്സാണ്. സോ ഞാൻ എന്ത് ചെയ്യുന്നു, ഇത് ബിസിനസ് നമ്പർ 1 എന്ന് ഞാനിവിടെ കൊടുക്കുന്നു. ബിസിനസ് നമ്പർ 1 ഇതെൻ്റെ ഒന്നാമത്തെ ബിസിനസ്സാണ്. ഞാനിനി എങ്ങോട്ട് പോകുന്നു, എൻ്റെ രണ്ടാമത്തെ ബിസിനസ്സിൽ, അതായത് ഞാൻ എൻ്റെ ബ്രാഞ്ചസ് എക്സ്പാൻഡ് ചെയ്യണം. ഇത് ഒരു ബ്രാഞ്ചാണ്, ഞാനിതിന് എന്ത് ചെയ്യുന്നു, 2 ബ്രാഞ്ച് ആക്കുന്നു. ഇപ്പം നടക്കുന്നത് എത്രയാണ്, ഈ ബിസിനസ് 1 എന്ന് പറഞ്ഞാൽ ഒരു ബ്രാഞ്ച്. ഓക്കെ, ഇനി അടുത്ത് ബിസിനസ് 2 എന്ന് പറഞ്ഞാൽ 2 ബ്രാഞ്ച്. ബിസിനസ് 3 ആക്കുന്നു, 3 ബ്രാഞ്ച്. എനിക്കപ്പോൾ 3 ബ്രാഞ്ചുള്ള ഒരു ബിസിനസ്സായി. അപ്പോൾ ഈ 3 ബ്രാഞ്ചിൻ്റെ പേയ്മെൻറ്റ്, റെസിപ്റ്റ്, നമ്മുടെ എന്താണ് പർച്ചേസ് ഓർഡർ, ഈ പറയുന്ന ഹെഡിങ്സ്, ഈ 3 ബ്രാഞ്ചിൻ്റെയും പർച്ചേസ് ഓർഡർ, 3 ബ്രാഞ്ചിൻ്റെയും റെസിപ്റ്റ് ഓഫ് ഗുഡ്സ്, 3 ബ്രാഞ്ചിൻ്റെയും ഇൻവോയ്സ്, 3 ബ്രാഞ്ചിൽ നടത്തിയ പേയ്മെൻറ്റ്, ഇതെങ്ങനെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും? ഈ ടേബിൾ എടുത്ത് നമുക്ക് 3 ബ്രാഞ്ചിലും 3 ടേബിൾ ഉണ്ടാക്കി ഓരോ സമയവും ടോട്ടൽ സ്റ്റോക്ക് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ബ്രാഞ്ചസ് കൂടുതലാണ്. അപ്പോൾ ബ്രാഞ്ചസ് കൂടുതലാകുമ്പോൾ ഈ 3 ബ്രാഞ്ചസിനും കൂടി ഒരു സെൻട്രലൈസ്ഡ് സോഫ്റ്റ്വെയർ നമുക്ക് ആവശ്യമാണ്. ഓക്കെ, സെൻട്രലൈസ്ഡ് സോഫ്റ്റ്വെയർ നമുക്ക് ആവശ്യമാണ്. ഈ പറയുന്ന 3 കാര്യങ്ങളും എന്താണ്, റെക്കോർഡ് ചെയ്യാൻ, അല്ലെങ്കിൽ നമുക്കെന്താണ് ഇതിനെയൊക്കെ കൺട്രോൾ ചെയ്യാൻ, ഈ 3 കാര്യങ്ങളുടെയും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും സ്റ്റോക്ക് സമ്മറിയും നോക്കി നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഡിസിഷൻ എടുക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം, ഒരു സെൻട്രലൈസ്ഡ് സോഫ്റ്റ്വെയർ വേണം. അപ്പോൾ പല ബ്രാഞ്ചസിൻ്റെ പല ആക്ടിവിറ്റീസിനെയും ചേർന്ന് ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്ന സോഫ്റ്റ്വെയറുകളെ നമ്മൾ പറയുന്നതാണ് ERP സോഫ്റ്റ്വെയർ. ERPയുടെ ഫുൾ ഫോം എൻ്റർപ്രൈസസ് റിസോഴ്സ് പ്ലാനിങ്. അതിലൊന്നാണ് SAP. ഓക്കെ, നമ്മൾ സാപ്പ് എന്ന് പറയും, സാപ്പ് എന്ന് പറഞ്ഞുകൂടാ, SAP. ഓക്കെ, ഈ മെറ്റീരിയലും ഈ ഇൻവോയ്സും ഈ പർച്ചേസ് ഓർഡറും ഈ പ്രൊക്യൂർമെൻറ്റ് സൈക്കിളും ഈ പറയുന്ന എന്താണ് ഗുഡ്സിന് മേലുള്ള ടാക്സും ലൊക്കേഷൻ, പ്ലാന്റ്, വെയർഹൗസ്, ഇതെല്ലാം നമ്മൾ നോക്കുന്നതാണ് SAPയുടെ MM സെക്ഷൻ. SAP MM എന്ന് പറഞ്ഞാൽ എന്താണ്, മെറ്റീരിയൽ മാനേജ്മെൻറ്റ്. അപ്പം നമ്മൾ പഠിക്കുന്നത് ഇതാണ്, ഈ നിങ്ങളിപ്പോൾ കണ്ടതാണ്. ഒരു ബിസിനസ്സിൻ്റെ അല്ല, പല ബിസിനസ്സിൻ്റെയും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ടാറ്റ എന്ന് പറയുന്ന ഒരു കമ്പനി എടുക്കുന്നു. ടാറ്റ ഗ്രൂപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്നുള്ളൊരു ഗ്രൂപ്പ് അല്ലേ ടാറ്റ ഗ്രൂപ്പ്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്നുള്ളൊരു ഗ്രൂപ്പാണ്, നമുക്ക് ഭയങ്കര ഫെമിലിയറാണ്, നമുക്കൊക്കെ ഭയങ്കര അഭിമാനമുള്ള ഒരു ഗ്രൂപ്പാണ് അല്ലേ ടാറ്റ. കാരണം ഒരു ഇന്ത്യൻ കമ്പനിയാണ്. ടാറ്റയ്ക്ക് എന്തെല്ലാം പ്രോഡക്റ്റ് ഉണ്ട്? ടാറ്റ സ്റ്റീലുണ്ട് അല്ലേ, ടാറ്റ മോട്ടോഴ്സ് ഉണ്ട്, പിന്നെ അടുത്ത് എന്താ ഉള്ളത്, നമുക്ക് ടാറ്റ ടെലികോം ഉണ്ട്. ടാറ്റ ഡൊക്കോമൊക്കെ പണ്ടുണ്ടായിരുന്നു, ടാറ്റ ടെലികോം, ടാറ്റ സ്കൈ ഒക്കെ ഇപ്പോഴും ഉണ്ട്. പിന്നെ ടാറ്റയുടെ ഡ്രസ്സുണ്ട്, സ്റ്റുഡിയോ, ടാറ്റ ലൈഫ് സ്റ്റൈൽ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ പല പല കാര്യങ്ങൾ എന്തുണ്ട്, ആർക്കുണ്ട്, ടാറ്റയ്ക്കുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതാ നോക്കിയേ, ടാറ്റ എന്ന് പറയുന്ന കമ്പനിയിൽ പല പല ബ്രാഞ്ചസ് ഉണ്ട്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ റെസീപ്റ്റും നേരത്തെ പറഞ്ഞ പർച്ചേസ് ഓർഡറും ഇൻവോയ്സും എല്ലാം നമ്മൾ എന്ത് ചെയ്യണം, നമ്മളിവിടെ ടാറ്റയിൽ നമ്മൾ എന്ത് ചെയ്യണം, ഒരു കുടക്കീഴിൽ ഈ പറയുന്ന
കൊണ്ടുവരണം അല്ലേ? നേരത്തെ പറഞ്ഞ പർച്ചേസ് ഓർഡറും സെയിൽ ഓർഡറൊക്കെ എല്ലാ കമ്പനിക്കും ഉണ്ട്. അപ്പോൾ ഈ എല്ലാ കമ്പനീനെയും നമ്മൾ എന്ത് ചെയ്യണം? ഒരു കുടക്കീഴിൽ എന്ത് ചെയ്യണം? കൊണ്ടുവരണം. ആ ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? SAP-MM. ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ SAP-MM പഠിച്ചേ പറ്റൂ, എങ്കിലേ ഈ പറയുന്ന ലോജിസ്റ്റിക്സ് ആക്ടിവിറ്റീസൊക്കെ നമുക്ക് എന്താണ് പ്രാക്ടിക്കലായിട്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇതാണ് SAP-MM-ൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ. അപ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളും SAP-MM-ൻ്റെ ഇമ്പോർട്ടൻസും നിങ്ങൾക്ക് മനസ്സിലായി കാണും. നമുക്കൊരിക്കലും SAP-യുടെ ഹിസ്റ്ററിയോ അല്ലെങ്കിൽ എന്താണ് SAP-MM-ൻ്റെ അഡ്വാൻറ്റേജസോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, തിയറി കാര്യങ്ങളൊന്നും നമുക്ക് പഠിച്ച് സമയം കളയേണ്ട കാര്യമില്ല. അപ്പോൾ ഇതാണ് SAP-MM-ൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോ നമുക്ക് SAP-യുടെ യൂസർ ഇൻ്റർഫേസ് വെച്ചാണ് നമ്മൾ എങ്ങനെയാണ് SAP ഓപ്പറേറ്റ് ചെയ്യുന്നത്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ.